ഒരു മാർക്കറ്റിംഗ് ഡിസൈനറാണ് നമ്മുടെ കഥാനായിക യുമേരി. ജോലിയിൽ വ്യാപൃതയായിരിക്കുന്ന യുമേരിയെ കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അതിൻ്റെതായ സ്ട്രെസ്സും അവൾക്കുണ്ട്. അതിനൊക്കെ പുറമെ തന്റെ ഭർത്താവിന്റെ മറ്റൊരു ബന്ധം കൈയോടെ പിടിച്ചിരിക്കുകയാണ് അവൾ. അതോടെ റിലേഷൻഷിപ്പും ആടിയുലഞ്ഞ അവസ്ഥയിൽ ഡിവോഴ്സിനായി നീങ്ങിയിരിക്കുകയാണ് അവർ. ആകെ മൊത്തം വഷളൻ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് ഇടുത്തി എന്നോണം വാടക വീട് എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന സ്ഥിതിയിലേക്ക് വരുന്നത്. ഇക്കാര്യം മുൻ ഭർത്താവിനെ അറിയിക്കുന്നുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ ഇപ്പോൾ അപരിചിതർ മാത്രമാണെന്ന് പറഞ്ഞ് അവൻ കൈമലർത്തുന്നു. ഉടമസ്ഥനിൽ നിന്നും ഡെപ്പോസിറ്റ് തുകയും കിട്ടാത്ത അവസ്ഥയിലാണിപ്പോൾ. ഈ അവസ്ഥയിലാണ് നവദമ്പതികൾക്കായുള്ള നറുക്കെടുപ്പിൽ സമ്മാനമായ വീട് യുമേരിക്ക് ലഭിക്കുന്നത്. എന്നാൽ അത് കൈപ്പറ്റാൻ കൂടെ ഭർത്താവ് വേണം. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയ ഭർത്താവിന്റെ അതേ പേരുള്ള വ്യക്തിയെ അവൾ ഓർത്തെടുക്കുന്നത്. കിം വോജു, കൊറിയയിലെ ഒരു അതിസമ്പന്ന കുടുംബത്തിലെ അംഗം, ബേക്കേഴ്സായ മ്യൂങ്സ്-ഡാങ്ങിന്റെ ഒരേ ഒരു അവകാശി. ഇപ്പോൾ മ്യൂങ്സ്-ഡാങ്ങിന്റെ മാർക്കറ്റിംഗ് ടീം ലീഡറാണ്. ഇതൊന്നും അറിയാതെ ഒരു ദിവസത്തെ പരിചയം വെച്ച് അവനോട് യുമേരി തന്റെ അവസ്ഥ പറയുന്നു. ആദ്യം നിഷേധിച്ചെങ്കിലും അവളുടെ അവസ്ഥയും തന്റെ ബിസിനസ്സിൽ ഒരു മാർക്കറ്റിംഗ് ഡിസൈനറായ അവളുടെ സ്വാധീനവുമൊക്കെ വൂജുവിനെ അതിന് നിർബന്ധനാക്കുന്നു. തുടർന്നുണ്ടാവുന്ന രസകരമായ സംഭവങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. സീരീസിന്റെ പേര് വുഡ് യു മാരി മീ. 12 എപ്പിസോഡുകളുള്ള റോംകോം സീരീസാണിത്. കൊറിയൻ റോംകോം സീരീസുകളുടെ സ്ഥിരം ടെംപ്ലേറ്റായ സമ്പന്നനായ കാമുകൻ, ലവ് ട്രയാങ്കിൾ, നായികാനായകന്മാരുടെ പൂർവ്വബന്ധം ഒക്കെ ഈ സീരീസിലും കാണാം.